സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സർക്കാർ നൽകുന്ന പ്രധാന അറിയിപ്പ് വന്നിരിക്കുകയാണ്. ഈ മാസം, അതായത് ഈ മെയ് മാസം നമുക്ക് ലഭിക്കേണ്ടത് 2 ഗഡുവാണ് എന്ന് സംസ്ഥാന സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മുൻപുണ്ടായിരുന്ന 3 മാസ കുടിശ്ശികയിൽ ആ ശേഷിക്കുന്ന കുടിശ്ശികയുടെ 1 ഗഡു ഈ മാസം വിതരണം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മെയ് മാസം നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള 1600 രൂപയും കൂടി വിതരണം ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും 3200 രൂപ വീതം ഈ ഒരു മെയ് മാസം എത്തിച്ചേരുമെന്ന് അറിയിച്ചിരുന്നത്. ധനവകുപ്പ് മന്ത്രിയുടെ അറിയിപ്പ് അനുസരിച്ച് 15-ാം തീയതിക്ക് ശേഷം ഇതിൻ്റെ വിതരണ നടപടികൾക്ക് തുടക്കം കുറിക്കുമെന്നായിരുന്നു അറിയിപ്പിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ പെൻഷനെ സംബന്ധിച്ച് പിന്നീട് അറിയിപ്പൊന്നും വന്നിട്ടില്ലേ എന്ന് നമ്മളോട് ചോദിച്ചിരുന്നു. കമൻറ്റ് ബോക്സ് വഴി ഒരുപാട് സംശയങ്ങൾ ഗുണഭോക്താക്കൾ ചോദിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ്. പെൻഷൻ വാങ്ങുന്ന നമ്മളുടെ വീടുകളിൽ ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിപ്പൊന്ന് ശ്രദ്ധിക്കുക. എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് കൂടി ശ്രദ്ധിക്കുക. 1600-ന്റെ 2 ഗഡുക്കൾ, അതായത് 3200 രൂപയുടെ മെയ് മാസ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് അടുത്ത ആഴ്ചയോടെ മാത്രമായിരിക്കും. അതായത് സാധാരണഗതിയിൽ പെൻഷൻ വിതരണം ചെയ്യുന്ന അതേ സമയത്ത് തന്നെയായിരിക്കും നമുക്ക് ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക. ഈ മാസം അതിനു മുൻപ് തന്നെ ഇതിനാവശ്യമായിട്ടുള്ള തുക സമാഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സർക്കാർ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ധനവകുപ്പ് മന്ത്രി അറിയിപ്പിൽ പറയുന്നതനുസരിച്ച് 15-ാം തീയതിക്ക് ശേഷം ഈ ആനുകൂല്യത്തിൻ്റെ വിതരണം ആരംഭിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ 15-ാം തീയതിക്ക് ശേഷം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ പെൻഷൻ വിതരണം ചെയ്യുന്ന സാധാരണ സമയം തന്നെയാണ്. അതായത് 20-ാം തീയതിക്കും 30-ാം തീയതിക്കും ഇടയിലുള്ള തീയതികളിലായിരിക്കും ഈ ധനസഹായം അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നത്. മുൻപ് ലഭിച്ചിരുന്നത് പോലെ തന്നെ എല്ലാ ഗുണഭോക്താക്കൾക്കും, അതായത് സർക്കാരിൻ്റെ ലിസ്റ്റും പ്രകാരം 62 ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്ക് ഇപ്പോൾ പെൻഷൻ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും ലഭിക്കുന്നുണ്ട്. അവർക്കെല്ലാം തന്നെ ഈ സഹായവും ലഭിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് മറ്റ് രേഖാസമർപ്പണമോ അല്ലെങ്കിൽ മസ്റ്ററിങ് പോലുള്ള കാര്യങ്ങളോ ഇതൊന്നും തന്നെ ഇപ്പോൾ സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ യാതൊരു ക്രമീകരണവും നമ്മളുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. മുടങ്ങാതെ തന്നെ ആനുകൂല്യം എത്തിച്ചേരും. ഇനി അതോടൊപ്പം തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് സഹകരണ സംഘത്തിൽ നിന്നും ഉദ്യോഗസ്ഥരാണ് ഈ തുക കൈമാറുന്നത്. അവർക്ക് കുടിശ്ശിക ഉണ്ടായിരുന്ന ഇൻസെൻറ്റീവ് കഴിഞ്ഞ ദിവസങ്ങളിൽ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ സുഗമമായിട്ട് തന്നെ മുൻപോട്ട് പോകുന്നത് കൊണ്ട് ഒരു തടസ്സവും കൂടാതെ നമുക്ക് ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും. 3200 രൂപ അത് 2 തവണകളായിട്ട് ഒരേ സമയത്ത് തന്നെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഇനി ഇതേ സാഹചര്യത്തിൽ 8.5 ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ സ്കീമിൽ ആനുകൂല്യം ലഭിക്കുന്നവരാണ്. അതായത് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന് പറയുന്ന സ്കീമിന് കീഴിലാണ് 8.5 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ, അതോടൊപ്പം തന്നെ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ വാങ്ങുന്ന ഗുണഭോക്താക്കളാണ് ആ സ്കീമിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് 2 ഗഡു പെൻഷൻ എന്ന് പറയുമ്പോൾ പരമാവധി 1000 രൂപ വരെ കേന്ദ്ര സർക്കാരാണ് അവർക്ക് അക്കൗണ്ടിലേക്ക് നൽകേണ്ടത്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഫണ്ടും സംസ്ഥാന സർക്കാർ അനുവദിച്ച് കേന്ദ്ര സർക്കാരിന് കൈമാറും. പിന്നീട് അത് 1-2 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ സമയമെടുത്തേക്കാം. അതിനുശേഷം അത് പ്രോസസ്സ് ചെയ്ത് നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെ ആനുകൂല്യം വാങ്ങുന്ന 8 ലക്ഷം വരുന്ന ആളുകൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷനും സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷനും വെവ്വേറെ ലഭിക്കുന്നത് കൊണ്ട് തന്നെ അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ലഭിക്കാൻ കുറച്ച് താമസം എടുത്തേക്കാം. എങ്കിലും ഈ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.